നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലേക്ക് മഹാവിഷ്ണു ഭഗവാന്റെയും മഹാബലി തമ്പുരാന്റെയും അനുഗ്രഹം നിറച്ചുകൊണ്ട് മറ്റൊരു പൊന്നിൻ തിരുവോണം കൂടി പിറന്നിരിക്കുകയാണ്. ഇന്ന് തിരുവോണം. ഈ ഒരു തിരുവോണം മുതൽ അടുത്ത തിരുവോണം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് അശ്വതി, ഭരണി, കാർത്തിക തുടങ്ങി രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെയും ഓണഫലം, അഥവാ ഈ ഓണം മുതൽ അടുത്ത ഓണം വരെയുള്ള ഒരു വർഷക്കാലം ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് നല്ല കാലം, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് കഷ്ടകാലം എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ചില നക്ഷത്രക്കാർക്കൊക്കെ രാജയോഗ തുല്യമായിട്ടുള്ള ഒരു വർഷക്കാലമാണ് ഈ ഓണം മുതൽ അടുത്ത ഓണം വരെ ഉള്ളത്. നിങ്ങൾ 27 നാളിൻ്റെയും ഫലം കേട്ടു നോക്കൂ. നിങ്ങളുടെ വീട്ടിലുള്ള നാളുകൾ ഏതാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കൂ. നിങ്ങളുടെ ഫലം അറിഞ്ഞു മുന്നോട്ട് പോകൂ. സർവം ഗംഭീരമായിരിക്കും. ദോഷനാളുകാർ വിഷമിക്കേണ്ട, അവർക്കുള്ള പരിഹാരവും കൃത്യമായി പറഞ്ഞു തരാം. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, കാര്യത്തിലേക്ക് കടക്കാം. ഓരോ നാളുകളായിട്ട് ഫലം പറയാം. ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ഓണഫലം ഏറ്റവും ഐശ്വര്യമുള്ള ഓണഫലങ്ങളാണ് കേട്ടോ. അശ്വതിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടുന്ന, ഒരുപാട് അനർത്ഥങ്ങൾ വിട്ടൊഴിയുന്ന, കാര്യസാധ്യത്തിൻ്റെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും വർഷമായിട്ടാണ് ഈ ഓണം മുതൽ അടുത്ത ഓണം വരെയുള്ള ഒരു വർഷക്കാലം കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും. നഷ്ടപ്പെട്ടു പോയത് പലതും വീണ്ടെടുക്കാൻ സാധിക്കും. ഈശ്വര കൃപയാൽ ചെന്ന് തൊടുന്നതൊക്കെ വരമായി തീരുന്ന ഒരു വർഷക്കാലമാണ് അശ്വതിയെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. വീട്ടിൽ അശ്വതിക്കാരുണ്ടെങ്കിൽ അവരോട് പറയണം, അവർക്ക് പൊന്നോണമാണ് പിറന്നിരിക്കുന്നത്, ധൈര്യമായി ഇരിക്കാൻ പറയണം. രണ്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണിക്കാർക്ക് രാജയോഗമായിട്ടോ കാണുന്നത്. ഈ ഒരു വർഷത്തിനകത്ത് രാജയോഗ തുല്യമായിട്ടുള്ള പല അനുഭവങ്ങളും പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും. പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ട്, പ്രവൃത്തി മേഖലപരമായിട്ട് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാവുക, അംഗീകാരം, പുരസ്കാരം, അനുമോദനങ്ങൾ, ഇതൊക്കെ ഏറ്റുവാങ്ങാനുള്ള അവസരം, കഴിവ് തെളിയിക്കാനുള്ള അവസരം, ലോകം നിങ്ങളെ വാഴ്ത്തിപ്പാടുന്ന ദിവസങ്ങളാണ് ഭരണി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരാൻ പോകുന്നത്. നന്നായി വരും ഭരണിക്കാർ. വീട്ടിൽ ഭരണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയണം, ധൈര്യമായി മുന്നോട്ട് പോകാൻ പറയണം. വിജയം കാൽച്ചുവട്ടിൽ എത്തിയിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തികക്കാർക്ക് കുറേ ദോഷങ്ങൾ കാണുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലത് കാണുന്നുണ്ട്. പൊതുവേ ദോഷങ്ങൾ വളരെ കുറച്ച് കൂടി നിൽക്കുന്ന ഒരു വർഷമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ചില വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില പരാജയങ്ങൾ, ജീവിതത്തിൽ ചില ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ശിവപ്രീതി ഉറപ്പുവരുത്തണം. ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം. ശിവഭഗവാന് നിങ്ങൾ മാല ചാർത്തി, കൂവളമാല ചാർത്തി തൊഴുന്നതൊക്കെ ഏറ്റവും ഗംഭീരമാണ്. വരുന്ന ഒരു വർഷക്കാലം ഈശ്വര കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ ചെലുത്തണം. അനർത്ഥങ്ങൾ തട്ടിത്തിരിഞ്ഞൊഴിഞ്ഞു പോകാനായിട്ട് ഈശ്വര സാന്നിധ്യം അല്ലെങ്കിൽ ഈശ്വര സാമീപ്യം ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ളതാണ്. കാർത്തികയ്ക്ക് മൊത്തത്തിൽ കുറച്ച് ദോഷഫലങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. നല്ലതുണ്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷേ കൂടുതലും ദോഷങ്ങൾ മുഴച്ചു നിൽക്കുന്നത് കൊണ്ട് ആ ദോഷങ്ങളാണ് പ്രസക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. നാലാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണിക്ക് ഗുണഫലങ്ങളാണ് ഏറെ ഉള്ളത്. ചെറിയ ചെറിയ ദോഷങ്ങളുണ്ട്. ദോഷങ്ങളെന്ന് പറഞ്ഞാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസം പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നിരുന്നാലും ജീവിതത്തിൽ സന്തോഷം വിളങ്ങും. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സാധിക്കും. ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു മന്ദത, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, സങ്കടങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. ജീവിതത്തിൽ ഐശ്വര്യം വരുന്ന ഒരു വർഷമായിട്ടാണ് രോഹിണി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. രോഹിണിക്കാരൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോവുക. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറയുക. വീട്ടിനടുത്ത് നാരായണ ക്ഷേത്രം ഉണ്ടെങ്കിൽ തൊഴാൻ പറയുക. ഈ ഓണം മുതൽ അടുത്ത ഓണം വരെയുള്ള ഒരു വർഷക്കാലം ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണങ്ങളേറെ കാണുന്നുണ്ട്. ദോഷങ്ങൾ ചെറുതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറിപ്പോകുന്നതായിരിക്കും. അതിന് ശ്രീകൃഷ്ണസ്വാമിയെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. സർവം ഗംഭീരമായി കിട്ടും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകയിരം നക്ഷത്രമാണ്. മകയിരംകാരെ സംബന്ധിച്ചിടത്തോളം അല്പം ശ്രദ്ധിക്കണം കേട്ടോ. അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഗുണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണങ്ങളുണ്ട്. തൊഴിൽപരമായിട്ട്, വിദ്യാപരമായിട്ടൊക്കെ നേട്ടങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ദുഃഖങ്ങളും ഉണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷമില്ലായ്മ, പല കാര്യങ്ങളും ആഗ്രഹിച്ചത്
ലഭിക്കാനായിട്ട് വൈകുന്ന ഒരവസ്ഥ, പ്രതീക്ഷിച്ച സമയത്ത് ഒരു റിസൾട്ട് കിട്ടാതെ വരുന്ന ഒരു കാര്യം, അത്തരത്തിലൊക്കെയുള്ള ചില അനർത്ഥങ്ങളും കാണുന്നുണ്ട്. ജീവിതത്തിൽ ഈശ്വരാധീനം ഏറ്റവും കൂട്ടേണ്ട ഒരു സമയമാണ്. മഹാക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ മഹാക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴണം. വീട്ടിൽ ഗണപതി ഭഗവാന്റെ ചിത്രവും വിഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ബുധനാഴ്ച തോറും വിളക്ക് കത്തിച്ച് ഗണപതി ഭഗവാനെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഗണപതി ക്ഷേത്രത്തിൽ മുക്കുറ്റിമാല ചാർത്തി പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. ദോഷങ്ങൾ ഒഴിഞ്ഞു നിൽക്കും, പ്രശ്നങ്ങളൊക്കെ തീർന്ന് ജീവിതം നന്നായി വരും. അപ്പോൾ ഒരു വർഷത്തെ ഫലം, അടുത്ത ഓണം വരെയുള്ള ഒരു വർഷം നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. ഒരുപാട് നല്ലതെന്ന് പറയാനും പറ്റത്തില്ല, എന്നാൽ ഒരുപാട് മോശമൊന്നും പറയാൻ പറ്റത്തില്ല. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിരക്കാർക്ക് സമയമാറ്റത്തിൻ്റെ ഒരു വർഷമാണ്. എന്താണ് സമയമാറ്റം എന്ന് പറയുന്നത്? ഒരുപാട് ദുരിതങ്ങൾ, ദുഃഖങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതിങ്ങനെ തുടരും. അത് പോകെ പോകെ ഈ ഒരു വർഷത്തിനകത്ത് ആ ദുഃഖങ്ങൾ കുറേശ്ശെ അലിഞ്ഞില്ലാതാകും. പൂർണ്ണമായിട്ട് മാറുമെന്ന് പറയുന്നില്ല, എന്നിരുന്നാലും ദുഃഖദോഷങ്ങൾ വർഷാവസാനത്തേക്ക്, അടുത്ത ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് കാര്യങ്ങളിൽ മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ദോഷങ്ങൾ, ദുരിതങ്ങൾ തീരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. പ്രാർത്ഥിക്കണം, ഭഗവാനെ പ്രാർത്ഥിക്കണം, മഹാദേവനെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ നക്ഷത്ര ദേവൻ കൂടിയാണ് ഭഗവാൻ. ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ദോഷങ്ങൾ ഒഴിവാകും. അമ്മ ശ്രീ പാർവതിയെ പ്രാർത്ഥിക്കണം, ഭഗവതിയെ പ്രാർത്ഥിക്കണം. ദോഷങ്ങളില്ലാതിരിക്കട്ടെ, സർവം ഗംഭീരമാകട്ടെ. അടുത്ത നക്ഷത്രം പുണർദമാണ്. രാജയോഗം കേട്ടോ പുണർദത്തിന്. എഴുതിത്തരാം. രാജയോഗം കിട്ടുന്ന ഒരു 7 നക്ഷത്രങ്ങളിൽ ഒന്നാണ് പുണർദം നക്ഷത്രം എന്ന് പറയുന്നത്. ഏറ്റവും ഭാഗ്യമാണ്. ഈ ഒരു വർഷത്തിനകത്ത് ഒരുപാട് വിജയങ്ങൾ, ഒരുപാട് അധികാര കേന്ദ്രങ്ങളൊക്കെ കൈയാളാനുള്ള ഒരു അവസരം കിട്ടും. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉയർച്ച കെട്ടിപ്പടുക്കാനായിട്ട്, ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ തീരാനായിട്ട് ഇവരുണ്ടെങ്കിൽ ആ വീടിന് തന്നെ ഐശ്വര്യമായി തീരുന്ന ഒരു കാലം പിറക്കുകയും ചെയ്യുന്നതാണ്. എല്ലാം കൊണ്ടും തൊട്ടതൊക്കെ പൊന്നാക്കി തീർക്കുന്ന നക്ഷത്രമായി പുണർദം മാറുകയും ചെയ്യുന്നതാണ്. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയംകാരെ സംബന്ധിച്ചിടത്തോളം അത്ഭുത വർഷമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. ഈ ഓണം മുതൽ അടുത്ത ഓണം വരെയുള്ള ഒരു വർഷക്കാലം ഭാഗ്യാനുഭവങ്ങളുടെ വർഷക്കാലമായിരിക്കും. എന്താണ് ഭാഗ്യാനുഭവങ്ങളുടെ? ജീവിതത്തിൽ ഭാഗ്യം ഏറ്റവും കൂടുതൽ തുണയ്ക്കുന്ന, ഭാഗ്യം കൊണ്ട് ജീവിതത്തിൽ രാജയോഗം വരെ കൈയാളാൻ സാധിക്കുന്ന, ഒരുപക്ഷെ 7 രാജയോഗ ഈ വർഷ നക്ഷത്രങ്ങളിൽ ഒന്നായി പൂയം നക്ഷത്രവും മാറുന്നതാണ്. പൂയംകാർ വീട്ടിലുണ്ടെങ്കിൽ അത് ആ വീടിൻ്റെ ഭാഗ്യമാണ്. എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള യോഗങ്ങൾ, ഉയർച്ചകൾ കാണുന്നുണ്ട്. കടബാധ്യത, ദുരിതങ്ങൾ, ജീവിതത്തിൽ എന്തൊക്കെ സങ്കടങ്ങളുണ്ടോ സങ്കടങ്ങളൊക്കെ കുറേശ്ശെ അലിഞ്ഞില്ലാതായി സർവം ഗംഭീരമായി കിട്ടുന്നതാണ്. പൂയംകാർ വീട്ടിലുണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയൂ. ഭഗവാൻ കൂടുണ്ട്, സർവം ഗംഭീരമാകും. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യംകാരുടെ കാര്യം ഇപ്പം ബഹുരസമാണ്. ഒരുപാട് രീതിയിൽ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലച്ചിലെന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്ന രീതിയിൽ ജീവിതത്തിൽ ചെന്ന് തൊടുന്നതൊക്കെ ജീവിതത്തിൽ ബാധ്യതകളും പ്രശ്നങ്ങളുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആയില്യംകാർക്ക്. ഈ ഒരു വർഷം അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ കഷ്ടപ്പാടും അധ്വാനവും ഈശ്വരൻ കാണുന്ന ഒരു വർഷമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറേശ്ശെ ഈ ദുഃഖങ്ങൾ അലിഞ്ഞില്ലാതാകും. നിങ്ങൾക്ക് മുന്നിൽ വാതിലുകൾ തുറക്കപ്പെടും. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ദുരിതങ്ങൾ ഉണ്ടെങ്കിലും വർഷം പോകെ ദിവസങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകെ ദുരിതങ്ങൾ കുറഞ്ഞ് ജീവിതത്തിൽ ഒരു ഐശ്വര്യവും ഉയർച്ചയും ഒരു സമാധാനവും, എല്ലാത്തിലും ഉപരി സമാധാനവും കൈവരുന്ന ഒരു വർഷമായിട്ടാണ് ആയില്യം നക്ഷത്രത്തിന് കാണുന്നത്. ആയില്യംകാരും ശിവഭഗവാനെ പ്രാർത്ഥിക്കണം. ഭഗവാന്റെ അനുഗ്രഹം നല്ലതേ കൊണ്ടുവരുള്ളൂ എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന ഒരു വർഷക്കാലം, ഈ ഓണം മുതൽ അടുത്ത ഓണം വരെയുള്ള ഒരു വർഷക്കാലം എന്ന് പറയുന്നത് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു വർഷമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ മനപ്രയാസങ്ങൾ കുറയുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ചില അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങളൊക്കെ തേടി വരാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കേസ്, തർക്കങ്ങൾ, ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും. നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി കാര്യങ്ങൾ വരുന്ന ഒരു വർഷമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടതുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും വിലപ്പെട്ടതായിരുന്നു, എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ ദൈവമേ, അല്ലെങ്കിൽ എനിക്ക് നേടാൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെ കരുതുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും അതൊക്കെ പ്രവർത്തിച്ച് നേടിയെടുക്കാനായിട്ടുള്ള പരിശ്രമിക്കുവാൻ അതെല്ലാം ലഭിക്കുമെന്നാണ് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. എല്ലാം കൊണ്ടും തൊട്ടതൊക്കെ പൊന്നാക്കി തീർക്കും മകം നക്ഷത്രം എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരംകാരെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു വർഷം, ഈ ഒരു ഓണം തൊട്ട് അടുത്ത ഓണം വരെയുള്ള ഒരു വർഷക്കാലം ഗംഭീര വർഷമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് വിജയങ്ങൾ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഏർപ്പെടുന്ന കാര്യങ്ങൾ, ചെന്ന് തൊടുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഒരു ശക്തി ഇവരിലേക്ക് വന്ന് ഇവർക്കത് ചെയ്തു തീർക്കാനായിട്ട് വിജയം, അതുമൂലം ജീവിത ഉയർച്ച, ഇതിനൊക്കെയുള്ള അവസരം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പൂരം നക്ഷത്രക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയണം. അവർക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന
ഒരുപക്ഷെ ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇവരുടെ ചില മാറ്റങ്ങളൊക്കെ അനുഭവിച്ചറിയാൻ സാധിക്കുന്ന, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്ന ഒരു വർഷം കൂടിയാണ് വരുന്ന ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു വർഷക്കാലം കുറേശ്ശെ ദുരിതങ്ങൾ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പലതിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ, ചിന്തിച്ചാൽ ഒരു രീതിയിലും ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ചെന്ന് കിടന്ന് ഉറക്കം വരാത്ത ദിവസങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. മനപ്രയാസങ്ങൾ ഒത്തിരിയുണ്ട്. ആ മനപ്രയാസങ്ങളൊക്കെ കുറേശ്ശെ അലിഞ്ഞില്ലാതാകും. മൊത്തത്തിൽ ഒരു ശുഭഫലമാണ് കാണുന്നത്. എന്നിരുന്നാലും വർഷത്തിൻ്റെ ആദ്യം, അതായത് ഇപ്പോൾ ഈ ചിങ്ങം തുടങ്ങി ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, ഈ ഓണം കഴിഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്, ഏതാണ്ട് ഒരു ആദ്യത്തെ ഒരു 4-5 മാസം, ഏതാണ്ട് ഈ ഒരു വർഷത്തിൻ്റെ 2026 അവസാനം വരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ചില അപകടങ്ങൾ, ദുരിതങ്ങൾ, അതുമൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ, അനർത്ഥങ്ങൾ, തീരാ ദുഃഖങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയും ഉത്രം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. ശ്രദ്ധിച്ചു പോവുക, ശിവഭഗവാനെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക, സർവം ഗംഭീരമാകട്ടെ. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തംകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഓണഫലമായിട്ടോ കാണുന്നത്. നല്ലതുണ്ട്, ഒത്തിരി ദോഷങ്ങളും ഉണ്ട്. നല്ലതിൻ്റെ എല്ലാം പ്രഭ കെടുത്തുന്ന രീതിയിൽ ദോഷങ്ങൾ വന്ന് അടിക്കും എന്നുള്ളതാണ്. ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അതായത് എന്താണ് ഗുണദോഷ സമ്മിശ്രം എന്ന് ഉദ്ദേശിച്ചാൽ, ഒത്തിരി കാര്യങ്ങൾ നല്ലത് വരും, നല്ലത് നടക്കും, നല്ലത് മൂലം ഒരുപാട് സന്തോഷങ്ങൾ ജീവിതത്തിൽ കൈവരും. പക്ഷേ അത് വന്ന് തീരുന്നതിന് മുമ്പ് തന്നെ ആ സന്തോഷത്തെ എല്ലാം കെടുത്തുന്ന രീതിയിൽ ദുഃഖാവസ്ഥയും ഇവർക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പ്രവർത്തിച്ച് അതൊക്കെ ഇവർക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന രീതിയിൽ, നല്ലതെന്ന് കരുതി എടുക്കുന്ന പല തീരുമാനങ്ങളും ഞാൻ എടുത്ത ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള തീരുമാനമായിപ്പോയല്ലോ, അല്ലെ ദുരന്ത തീരുമാനമായിപ്പോയല്ലോ എന്നൊക്കെ വിഷമിക്കുന്ന ഒരവസ്ഥയൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം കേട്ടോ. വീട്ടിനടുത്ത് ഗണപതി ക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുക. നിത്യ സന്ദർശകനാകുക ഗണപതി അമ്പലത്തിലെ. ഭഗവാനെ നിങ്ങളെ രക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ദോഷ നക്ഷത്രം കേട്ടോ ചിത്തിര. ചിത്രക്കാരെങ്കിലും ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. വീട്ടിൽ ചിത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിലും ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യമൊക്കെ വഷളാവാനുള്ള സാധ്യതയുണ്ട്. പല രീതിയിൽ നാശങ്ങൾ, ജീവിതത്തിൽ ദുരിതങ്ങൾ, പല കുടുംബ ജീവിതത്തിലെ തന്നെ ചില ദുഃഖങ്ങൾ, ചില വ്യക്തികളെ കൊണ്ടുണ്ടാവുന്ന മനപ്രയാസങ്ങൾ, ചില വ്യക്തികൾ മൂലം ഉണ്ടാവുന്ന സങ്കടങ്ങൾ, ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യത ചിത്തിര നക്ഷത്രത്തിന് കാണുന്നുണ്ട്. ശത്രുക്കൾ ഒത്തിരി ഉണ്ടാകും. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം പല രീതിയിലും ജീവിതത്തിൽ വിനയാകും. പല കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടാകും. പല കാര്യങ്ങളും മുടങ്ങിപ്പോകാനൊക്കെയുള്ള സാധ്യതയും കാണുന്ന ഒരു നക്ഷത്രമാണ് ചിത്തിര എന്ന് പറയുന്നത്. ചിത്തിരക്കാർ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. വീട്ടിനടുത്ത് നാരായണ ക്ഷേത്രം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, നല്ലത് വരട്ടെ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. രാജകീയമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ വന്നെത്തുന്ന നക്ഷത്രമാണ് ചോതി. ചോതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം മുതൽ അടുത്ത ഓണം വരെയുള്ള ഒരു വർഷക്കാലം ചോതിക്ക് സൗഭാഗ്യ വർഷമായിരിക്കും. ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ തുടക്കം വർഷമുടനീളം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അത് വലിയ ജീവിത വിജയങ്ങൾ കൊണ്ടുതരും. ജീവിതം ഒന്ന് സന്തോഷമുഖരിതമാകുന്ന ഒരു വർഷമാണ് വന്നു ചേരാൻ പോകുന്നത് എന്നുള്ളത്. ചോദിക്കാർ വീട്ടിലുണ്ടെങ്കിൽ പറയുക, ധൈര്യമായിട്ടിരിക്കും, ഈശ്വരനെയും വിളിച്ച് മുന്നോട്ട് പോകൂ, ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കും. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തളർത്താൻ ശ്രമിച്ചവരുടെയും പരാജയപ്പെടുത്താൻ ശ്രമിച്ചവരുടെ എല്ലാം മുന്നിലൂടെ തല ഉയർത്തിക്കൊണ്ട് വിശാഖം നടന്നു കയറാൻ പോകുന്ന ഐശ്വര്യത്തിൻ്റെ, വിജയത്തിൻ്റെ, രാജയോഗത്തിൻ്റെ പടവുകൾ കയറാൻ പോകുന്ന വർഷമാണ് ഈ പിറന്നിരിക്കുന്ന ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ചിങ്ങം പിറന്നപ്പം തന്നെ മാറ്റങ്ങൾ കണ്ടു. ഓണം എന്ന കണക്കിന് നോക്കിക്കഴിഞ്ഞാലും ഈ ഓണം മുതൽ അടുത്ത ഓണം വരെയുള്ള ഒരു വർഷക്കാലം എന്ന് പറഞ്ഞാൽ വിശാഖം നക്ഷത്രക്കാർക്ക് എല്ലാ ദുരിതങ്ങളെയും, എല്ലാ ദുഃഖ ദുരിതങ്ങളെയും തച്ചുടച്ച് വിജയത്തിൻ്റെ കൊടി നാട്ടുന്ന ഒരു വർഷമായി കാണാൻ സാധിക്കുന്നുണ്ട്. ദീർഘനാളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന പല മനപ്രയാസങ്ങൾക്കും, പല ചോദ്യങ്ങൾക്കും, ആശങ്കകൾക്കും ജഗദീശ്വരന് ഉത്തരം പകരുന്ന ഒരു വർഷം കൂടിയായിരിക്കും. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ പ്രാർത്ഥന പാഴായി പോവില്ല. ജഗദീശ്വരൻ കൂടുണ്ട്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴംകാർക്ക് വഴിത്തിരിവിൻ്റെ വർഷമായിട്ടാണ് ഈ ഒരു വർഷം കാണുന്നത്. വഴിത്തിരിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളിതുവരെ ഇവർ പൊയ്ക്കൊണ്ടിരുന്ന ദിശയിൽ നിന്ന് ജീവിതം ഒരു വഴി മാറി സഞ്ചരിക്കാൻ പോവുകയാണ്. അതായത് ആ വഴിമാറ്റ സഞ്ചാരം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നതായിരിക്കും. വഴിമാറുക എന്ന് പറയുമ്പോൾ നല്ലതും കെട്ടതും ഉണ്ട്. അപ്പം നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വഴിമാറി സഞ്ചരിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും, ധനാഭിവൃദ്ധി ഉണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് കാലമായിട്ട് സ്വപ്നം കണ്ട് പ്രയത്നിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും
നടന്നു കിട്ടും. ജീവിതത്തിൽ എന്തെങ്കിലും മനപ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജഗദീശ്വരൻ്റെ കൃപയാൽ പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്തുക. അതെല്ലാം പരിഹരിച്ച് കിട്ടും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അനിഴം നക്ഷത്രത്തിനും ഈ ഒരു വർഷം, ഈ ഒരു ഓണവർഷം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, ഈ ഒരു ഓണം മുതൽ അടുത്ത ഓണം വരെയുള്ള ഒരു വർഷക്കാലം ഐശ്വര്യത്തിൻ്റെതാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. ഒത്തിരി സൂക്ഷിക്കേണ്ട നക്ഷത്രമാട്ടോ തൃക്കേട്ട. വീട്ടിൽ തൃക്കേട്ടക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം. ശിവക്ഷേത്രത്തിൽ നിന്ന് എന്തെങ്കിലും ചരടോ കാര്യങ്ങളോ ഒക്കെ ജപിച്ച് കെട്ടണമെങ്കിൽ കെട്ടിക്കോണം കേട്ടോ തൃക്കേട്ടക്കാർ. കാര്യം ഒരുപാട് രീതിയിൽ അനർത്ഥങ്ങൾ, തടസ്സങ്ങൾ, വിഘ്നങ്ങൾ, അപകടങ്ങൾ, ചെന്നിടപെടുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ അനർത്ഥപരമായിട്ടുള്ള അസുഖമായിട്ടുള്ള വാർത്തകൾ, കലഹങ്ങൾ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്തൊരവസ്ഥ എന്നിങ്ങനെ പല രീതിയിൽ തൃക്കേട്ടയ്ക്ക് പ്രശ്നങ്ങൾ കാണുന്ന ഒരു വർഷമാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത്. ഈശ്വരാധീനം വർദ്ധിക്കുമ്പോൾ ഈ അനർത്ഥങ്ങളെല്ലാം ന്യായമായിട്ട് ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. ക്ഷേത്ര സന്ദർശനങ്ങൾ നടത്തുക, മഹാക്ഷേത്രങ്ങളിൽ പോവുക, മഹാദേവനെ പ്രാർത്ഥിക്കുക. ദേവന്മാരിൽ ദേവനാണ്. എല്ലാ അനർത്ഥങ്ങളും നീങ്ങാൻ, സകല ഗ്രഹപ്പിഴകളും ഒഴിയാനായിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കുക. സർവം മാറിക്കിട്ടുന്നതാണ്. ദോഷ നക്ഷത്രമാണ് തൃക്കേട്ട ഈ വർഷം കാണുന്നത്. അടുത്ത നക്ഷത്രം മൂലമാണ്. സൗഭാഗ്യ നക്ഷത്രം കേട്ടോ. മൂലം നക്ഷത്രം ഈ ഒരു വർഷം കാണാൻ സാധിക്കുന്നത്, ഈ ഓണം മുതൽ അടുത്ത ഓണത്തിനകത്ത് ഒരുപാട് രീതിയിലുള്ള വിജയങ്ങൾ മൂലംകാരെ തേടി വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. മൂലം നക്ഷത്രം വീട്ടിലുണ്ടെങ്കിൽ ആ വീടിനെ തേടി ശുഭവാർത്ത വരും. ആ വീട്ടിലുള്ള അംഗങ്ങൾക്ക് ഇവരുടെ ഒരു പ്രഭ ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു ഉയർച്ച മൊത്തത്തിൽ ഇവരുടെ ജീവിതത്തിൽ തിളങ്ങി കാണുകയും ചെയ്യുന്ന ഒരു വർഷമായിട്ടാണ് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. മൂലം നക്ഷത്രം വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധി ഉണ്ടാകും, ആഗ്രഹ സാഫല്യമുണ്ടാകും, ജീവിതത്തിൽ ഒരുപാട് പ്രയത്നിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും. എല്ലാം കൊണ്ടും തൊട്ടതൊക്കെ പൊന്നാക്കി തീർക്കും മൂലം നക്ഷത്രം. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടംകാരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ഗുണങ്ങളാണ് കാണുന്നത്. എന്നിരുന്നാൽ ചില ദോഷങ്ങളുണ്ട്. ദോഷങ്ങളെന്ന് പറയുമ്പം ആയുരാരോഗ്യ സൗഖ്യ കാര്യങ്ങൾ, ചെറിയ വയ്യായ്മയൊക്കെ ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പോയി വേണ്ട ചികിത്സ കാര്യങ്ങളൊക്കെ ചെയ്യുക. ആരോഗ്യപരമായിട്ട് ചില ക്ലേശങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ്. ധനസ്ഥിതി മെച്ചപ്പെടും. ജീവിതത്തിൽ ഏർപ്പെടുന്ന കർമ്മ മേഖലയിൽ നേട്ടങ്ങളുണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് ഉറക്കമുളച്ച് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പല കാര്യങ്ങളും ഒരിക്കലും ഒരു ഭാഗ്യക്കുറവ് കൊണ്ട് തട്ടിപ്പോവില്ല. ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു പ്രകൃതിയുടെ മൊത്തം അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. എല്ലാം മംഗളമായി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഏത് കാര്യത്തിനിറങ്ങിയാലും ഈശ്വരനെ വിചാരിച്ചങ്ങ് ഇറങ്ങിയാൽ മതി. ഭഗവാൻ കൂടുണ്ട്, ധൈര്യമായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടംകാരെ സംബന്ധിച്ചിടത്തോളം നല്ലതുമുണ്ട്, മോശമുണ്ട്. എന്നിരുന്നാലും മോശം ഒരല്പം മുകളിലായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില അപകടാവസ്ഥകളൊക്കെ, ഒരുപാട് സാഹസികമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പുറപ്പെടാൻ പറ്റിയൊരു വർഷമല്ല കേട്ടോ. അതുപോലെ തന്നെ വളരെ റിസ്ക് പിടിച്ച തീരുമാനങ്ങൾ, ജീവിതത്തിൽ നമ്മൾ ഞാണുമ്മേ കളി എന്നൊക്കെ പറയത്തില്ലേ, അത്തരത്തിൽ തീരുമാനങ്ങളൊന്നും എടുക്കുന്നതോ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളിലേക്കൊന്നും കടന്നു പോകുന്നത്, ദേഷ്യം നിയന്ത്രിക്കണം നിർബന്ധമായിട്ട് ഉത്രാടംകാർ. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനർത്ഥങ്ങൾ, ദുരിതങ്ങൾ, ക്ലേശങ്ങൾ വിളിച്ചു വരുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട നക്ഷത്രമാണ് ഉത്രാടം. ജീവിതത്തിൽ ഇതൊക്കെ മാറി നിന്നാലും തൊഴിൽപരമായിട്ട് ചില നേട്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. ചില രീതിയിലുള്ള ഉയർച്ചകൾ, ധനസ്ഥിതിയിൽ ഒരു മാറ്റമൊക്കെ കാണുന്നുണ്ട്. എന്നിരുന്നാലും ചില തീരുമാനങ്ങൾ മൂലമുണ്ടാകുന്നത്, ചില കൈവിട്ട കളികൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വലിയ രീതിയിൽ ദുഃഖം വിതയ്ക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഗുണദോഷ സമ്മിശ്രമാണ് ഉത്രാടം. ശ്രദ്ധിക്കേണ്ട നാൾ കൂടിയാണ്. അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണംകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 6 മാസത്തോളം വലിയ ദോഷ സമയം കേട്ടോ. അത് കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതാണ്ട് ഒരു 2026 കഴിയുന്നത് വരെയുള്ള സമയം തിരുവോണംകാർ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ വരും. പല കാര്യങ്ങളും നിങ്ങൾ ഒരുപാട് ധനപരമായിട്ടൊക്കെ നിങ്ങൾ മുടക്കി ചെയ്യുന്നതൊക്കെ മുടങ്ങിപ്പോകും. അതുമൂലം ധനനഷ്ടം ഉണ്ടാകും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ ഇരുട്ടടി പോലുള്ള ചില അനുഭവങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ധനക്ലേശം പൊതുവേ ഉണ്ടാകും. എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ആദ്യത്തെ 6 മാസം ഒരുപാട് രീതിയിൽ പ്രയത്നിക്കേണ്ടി വരും, ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരുന്ന ഒരു കാലമാണ്. അതിനുശേഷം അതിനൊരു മാറ്റവും കാണുന്നുണ്ട്. അപ്പം ഗുണമുണ്ട്, ദോഷങ്ങളാണ് കൂടുതലായിട്ട് തിരുവോണത്തിന് കാണുന്നതെന്നുള്ളത്. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടംകാരും ഒരു ദോഷവർഷമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഓണം മുതൽ അടുത്ത ഓണം വരെയുള്ള ഒരു വർഷക്കാലം അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചില അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചില മനക്ലേശങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ, കലഹങ്ങൾ, കുടുംബജീവിതത്തിലുണ്ടാകുന്ന
നിത്യം മനപ്രയാസപ്പെടുത്തുന്ന ചില വാർത്തകൾ, ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അവിട്ടം നക്ഷത്രം ശിവഭഗവാനെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക, ഭദ്രകാളി അമ്മയെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ദുരിതങ്ങൾ മാറി നിൽക്കട്ടെ. ഭഗവാന്റെയും ഭഗവതി ഈശ്വരാധീനം നിങ്ങളിലേക്ക് കൊണ്ടുവരിക. ദോഷങ്ങൾ ഒഴിഞ്ഞു പോകും. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ്. നല്ല വർഷമാട്ടോ. ഈ ഓണം മുതൽ അടുത്ത ഓണം വരെ ചതയംകാർക്ക് ഗംഭീര സമയമാണ്. ചതയംകാരായിട്ടുള്ളവരൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം, ധൈര്യമായിട്ടിരിക്കാൻ പറയണം. ജഗദീശ്വര കൃപയാൽ ചതയം നക്ഷത്രത്തിന് ധനക്ലേശങ്ങൾ മാറും. കടം, ബാധ്യത, പണയം കാര്യങ്ങളൊക്കെ തീരും. ധനപരമായിട്ട് ഉയർച്ച കാണും. ജീവിതത്തിൽ മക്കൾ വഴി ചില സൗഭാഗ്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. സന്തോഷ വാർത്തകൾ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. തൊട്ടതൊക്കെ പൊന്നാക്കും. എല്ലാം കൊണ്ടും നല്ല നക്ഷത്രമായി ചതയം നക്ഷത്രം മാറുന്നതാണ്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല ഫലങ്ങൾ കാണുന്നുണ്ട്. ചെറിയ ചെറിയ ദോഷങ്ങളേ ഉള്ളൂ. മൊത്തത്തിൽ നോക്കിയാൽ പൂരുരുട്ടാതിക്ക് വലിയ തട്ടുകേടില്ലാത്ത ഒരു വർഷമെന്ന് പറയാം. അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, വലിയ തട്ടുകേടില്ലാത്ത, ദോഷങ്ങളില്ലാതെ എല്ലാം തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് നമുക്ക് പോകാൻ സാധിക്കുന്ന ഒരു വർഷമായിട്ടാണ് കാണുന്നത്. വലിയ പ്രഹരങ്ങളോ ജീവിത പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഇല്ല. ഇനി അഥവാ ഇപ്പോൾ എന്തെങ്കിലും നിലവിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുകയും കൂടെ ചെയ്യുന്നത്, അതിനൊക്കെ ഈശ്വരനായിട്ട് ഒരു വഴി തെളിയിക്കുന്ന, ഒരു വഴി അടയുമ്പം 10 വഴി തുറക്കുമെന്ന് പറഞ്ഞ കണക്ക് വഴി തുറപ്പിക്കുന്ന ഒരു വർഷം കൂടിയായിട്ട് പൂരുരുട്ടാതിക്ക് മാറും. പൂരുരുട്ടാതിക്കാരൊക്കെ ധൈര്യമായിട്ടിരിക്കൂ. പൂരുരുട്ടാതിക്കാർ മക്കളൊക്കെ ഉള്ള അച്ഛനമ്മമാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് പറയണം, മക്കളോട് പറയണം, ഭഗവാൻ മഹാദേവനെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ പറയണം. നല്ലതേ വരുള്ളൂ. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിന് ദോഷഫലങ്ങളും ഉണ്ട്, ഗുണഫലങ്ങളും ഉണ്ട്. രണ്ടും തുല്യമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ദോഷഫലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചില ക്ലേശങ്ങൾ, വൈഷമ്യങ്ങൾ, ശാരീരികമായിട്ട് സുഖമില്ലാത്തൊരവസ്ഥ, നേത്രവുമായിട്ട് ബന്ധപ്പെട്ട്, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള വയ്യായ്മ, രക്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ, അസ്വസ്ഥതകൾ ഒക്കെ വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഉത്രട്ടാതി. അതേസമയം ഇവർക്ക് കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഏർപ്പെടുന്ന മേഖലയിൽ, പ്രവൃത്തി ചെയ്യുന്ന മേഖലയിലൊക്കെ ഇവർക്ക് പ്രാവീണ്യം തെളിയിക്കാനും അതുമൂലം ജീവിതത്തിൽ കുറേ സന്തോഷാനുഭവങ്ങളൊക്കെ കടന്നു വരാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ദുഃഖങ്ങൾക്കിടയിലാണെന്നുണ്ടെങ്കിലും സന്തോഷം കൂടുതലായിട്ട് മുഴച്ചു നിൽക്കുന്ന ഒരു നക്ഷത്രം കൂടാണ് ഉത്രട്ടാതി നക്ഷത്രം. ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. അവസാനത്തെ നക്ഷത്രം രേവതിയാണ്. രാജയോഗം കിട്ടുന്ന നക്ഷത്രം. 7 നക്ഷത്രം ഞാൻ പറഞ്ഞില്ലേ, അതിലൊന്നാണ് ഈ രേവതി നക്ഷത്രം എന്ന് പറയുന്നത്. ഗംഭീര നാളാകട്ടോ, നല്ല വർഷമായിരിക്കും. എന്തൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടോ അതെല്ലാം തിരിച്ച് നേടിയെടുക്കും. ജീവിതത്തിൽ പരിഹസിച്ചവരുടെയും പുച്ഛിച്ചവരുടെയും തീർന്നു എന്ന് പറഞ്ഞ് വിധി എഴുതി തെളിയവരുടെയും ഒക്കെ മുന്നിലൂടെ രേവതി തല ഉയർത്തി നടക്കാൻ പോകുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. രേവതിക്കാരൊക്കെ വീട്ടിലുണ്ട്, വീടിൻ്റെ ഭാഗ്യമാണ്. നിങ്ങളുടെ വീട് രാജകൊട്ടാരമായി മാറുമെന്നാണ് പറയുന്നത്. അതിശയോക്തി പറയുന്നതല്ല. വീട് രാജകൊട്ടാരമാകുക എന്ന് പറഞ്ഞാൽ ഒരു രാജകൊട്ടാരത്തിൽ എന്തോരം സന്തോഷങ്ങളുണ്ടോ അത്രയും സന്തോഷം നിങ്ങളുടെ കുടുംബത്തിലും വന്നു ചേരും എന്നുള്ളതാണ്. രേവതി വീട്ടിലുണ്ടെങ്കിൽ അവരോട് തീർച്ചയായിട്ടും പറയുക, ധൈര്യമായിട്ടിരിക്കാൻ പറയുക. കുഞ്ഞുങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. ജഗദീശ്വരനൊപ്പം ഉണ്ട്, നന്നായിരിക്കും. അപ്പോൾ ഇതാണ് 27 നക്ഷത്രങ്ങളുടെയും ഓണഫലം എന്ന് പറയുന്നത്. പറഞ്ഞതിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അതിന് മറുപടി പറയുന്നതാണ്. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.